വേണ്ടിയാണെന്ന് കരുതി ഉണ്ടാക്കിയ വീട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് യാത്ര പോകുന്നത് എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത മണി, ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയായിരുന്നോ? വല്ലാത്തൊരു ലൂപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് തോന്നും ഇവളെന്തൊരു ദുരന്തം സംസാരിക്കുകയെന്ന്. പക്ഷേ നിങ്ങളുടെ ഇന്നർ മൈൻഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലൊക്കെ കത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ആ ഒരു കളർഫുൾ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി ചില റിയാലിറ്റികളെ കുറിച്ചിട്ട്, ലൈഫിനെ കുറിച്ചിട്ടുള്ള ചില റിയാലിറ്റികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങാം. ആളെ പേരും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ആൾ വളരെ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് കല്ല് പണിക്കും വീട് പണിക്കും ഒക്കെ പോയിട്ട് വീട് പോറ്റിയിരുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിലോട്ട് വരുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടുന്നു. അങ്ങനെ അവരൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരൊരു വീട് വെക്കുന്നു. ഹൈഫൈ ലൈഫ്, നല്ല അടിപൊളി വീട് കേട്ടോ. അവരുടെ തന്നെ ഇൻ്റർവ്യൂവിൽ അവരുടെ ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം ആ പുറത്ത് തിണ്ണയിലിരുന്നിട്ടാ എന്നൊക്കെ ആ ഉമ്മ തന്നെ റിയലൈസ് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ തുറന്നു പറയുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അടിപൊളി കിച്ചൺ, അടിപൊളി ബെഡ്റൂം, അടിപൊളി കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മൾ തന്നെ ഇപ്പോൾ ഈ ഇടയൊക്കെ ആയിട്ട് വീടുകൾ വെക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. സാധാരണക്കാരുടെ വീട് പറഞ്ഞാൽ ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ റിസോർട്ട് പോയ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടി നല്ല വൈറ്റ് ബെഡ്ഷീറ്റ്, ഒരുപാട് കുഷ്യൻസ്, ഒരുപാട് പില്ലോസ്, ഇത്രയും പില്ലോസൊക്കെ നമ്മൾ ബെഡിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് അതൊക്കെ യൂസ് ചെയ്യും. അടിപൊളി കർട്ടൻസ്, അടിപൊളി നല്ല കൊച്ചു കുട്ടികളുടെ വീടാണെങ്കിൽ പോലും നല്ല വൈറ്റ് പെയിൻറ്റ്, ഓപ്പൺ കിച്ചൺ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലോട്ടാണ് ഇപ്പോഴത്തെ ഓരോ വീടും അതിൻ്റെ ട്രെൻഡും വരുന്നത് അല്ലേ. സത്യത്തിൽ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയിട്ടാണോ? ഒന്ന് നോക്കിക്കേ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുകയാണ്, ഒരു കിടിലൻ വീടിൻ്റെ ഒരു വീഡിയോ. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ വീട് അത്ര പോരാ അല്ലേ. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഈ ഒരു സെലിബ്രിറ്റി വരെ ഇങ്ങനെ ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ട്. ഗോൾഡ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലോൺ വെച്ചിട്ടായിരിക്കാം, എന്തായാലും ഇവർ വീട് വെച്ചിട്ടുണ്ട്. ഇവർ സമൂഹത്തിൻ്റെ മുന്നിൽ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. ഇവർ എന്താ പറയുക, ഇത് കാണിച്ച് ഭയങ്കര ഒരു എന്താ പറയുക, അവരുടെ വീട് വരെ അങ്ങനെയാണ്. സോ ഇത്രയും വരുമാനമുള്ള നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട് മാറ്റിക്കൂടാ എന്ന് കരുതും അല്ലേ. ചിലരെന്ത് ചെയ്യും, വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ പൊളിച്ചു തുടങ്ങും. കിച്ചൺ ഒന്ന് മാറ്റാം ആദ്യം, ഈ കിച്ചൺ ഒരു ഭംഗി പോരാ. ഇനിയിപ്പോൾ കിച്ചണൊക്കെ മാറ്റുന്നവരുടെ കേസ് കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ ഒരു അത്യാവശ്യം സൗകര്യക്കേടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ പൊളിക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. അവർ സ്മൂത്തായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കിച്ചണാണ്, വലിയ പഴക്കമൊന്നുമില്ല. ആ ഒരു കിച്ചൺ അവർ മാറ്റാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവരുടെ മൈൻഡിൽ വന്നിട്ടുള്ള ആ ഒരു തോട്ട്, അതായത് നമ്മുടെ വീട് പോരാ. കാരണം ഈ സെലിബ്രിറ്റികളൊക്കെ വീട് കാണുമ്പോൾ അങ്ങനെ ആവാനൊരു കൊതി. എന്നിട്ട് ഇവർ അടിപൊളിയായിട്ട് ഇതുപോലെ ഓപ്പൺ കിച്ചണൊക്കെ ആയി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നതോ, ചിലർ അവിടെ നിന്ന് വർക്ക് ചെയ്യില്ല, പുറത്തൊരു വർക്കേരിയെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കിച്ചണൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യും, അവിടെ വർക്ക് ചെയ്യും. ഇത് വെറുതെ ഒരു ഷോ പീസ്. അപ്പോൾ എന്തിനായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്? ചിലരാണെങ്കിലോ, നമ്മൾ ആദ്യത്തെ കിച്ചൺ ഉണ്ടല്ലോ, പഴയ കിച്ചണിൽ 10 മിനിറ്റ് കൊണ്ട് ഇരുന്ന ജോലിയും ഇവിടെ അരമണിക്കൂറും 3/4 മണിക്കൂറും എടുക്കും. കാര്യം എന്താ, ഓരോന്ന് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണം, പിന്നെ അവിടെ ആവുന്നുണ്ടോ ഇവിടെ കറയാവുന്നുണ്ടോ എന്നൊക്കെ സൂക്ഷിച്ച് നോക്കി ഡീൽ ചെയ്യണം. മുന്നത്തേക്കാളും സോഫ്റ്റ് ആയിരിക്കും, എന്താ പറയുക, ചില്ലിൻ്റെ ഒക്കെ മെറ്റീരിയലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സൂക്ഷിച്ചും കണ്ട് ചടപടയൊന്നും എടുക്കാൻ പറ്റില്ല, സൂക്ഷിച്ചും കണ്ട് ഡീൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും, ഒരുപാട് എഫേർട്ട് കൂടും അല്ലേ. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നോ, അതോ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കാണിച്ചിട്ട് നമുക്കൊരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവളെന്തൊരു ദുരന്തമാണല്ലേ. ഇനി മറ്റൊരു കേസ് എടുത്തു നോക്കാം. നമ്മൾ യാത്രകൾ പോകൂലേ, പണ്ടൊക്കെ ഉള്ള ആളുകൾ യാത്ര പോയിന്ന് വർഷത്തിലൊരു വട്ടമൊക്കെ അല്ലേ, ചിലപ്പോൾ അതും പോയിട്ടുണ്ടായിരിക്കില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 5 മാസം കൂടുമ്പോഴൊക്കെ ആയി. പിന്നെ ആളുകൾ മാസത്തിലൊരിക്കലായി. ഇപ്പോൾ വീക്കെൻഡിലൊക്കെ ട്രിപ്പ് പോവുക, ഫിലിമിന് പോവുക, ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ്
രീതിയിലോട്ടൊക്കെ ആളുകളുടെ ജീവിതം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. യാത്ര എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലെന്താ? യാത്ര എന്ന് പറഞ്ഞാൽ ഒരു എനർജി വരിക അല്ലേ? നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ എൻജോയ്മെൻറ്റ്, ചിരികൾ, തമാശകൾ, യാത്ര ചെയ്യുമ്പോഴുള്ള സന്തോഷ നിമിഷങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമ്മളൊക്കെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ സത്യത്തിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ യാത്ര പോകുന്നത്? ഇടയ്ക്ക് യാത്രകൾ പോകുന്നതും പ്രകൃതിയെ അറിയുന്നതും നമ്മളെ ചുറ്റുപാടിനെ അറിയുന്നതും ലോകത്തെ പരിചിതമാകുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇന്നർ മൈൻഡിനോട് ചോദിക്കുക, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് യാത്ര പോകുന്നത്? ഇൻസ്റ്റൻ്റ് ഇങ്ങനെ എന്താ പറയുക, ഡ്യൂറേഷൻ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ആളുകൾ ഒന്ന് ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് വരുമാനം കിട്ടുന്നതൊക്കെ ആണെങ്കിൽ അത് അവരുടെ ജീവിത മാർഗമാണ് അല്ലേ? ഇത് കണ്ടിട്ട് പോകുന്നവരുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യമല്ല, സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അവർ ഈ യാത്ര പോകുന്നത് അവരെന്തിനായിരിക്കും? അവരിപ്പോൾ ജോലിക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു 9 to 5 ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അവർ സെയിം ജോലി, സെയിം വർക്ക് പ്രഷർ, സെയിം സ്ഥലം, വല്ലാത്തൊരു മരവിപ്പാന്ന് തോന്നും അല്ലേ? നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് തോന്നും ഒന്ന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ, വെക്കേഷൻ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ തോന്നില്ലേ കുട്ടികളെ മനസ്സിൽ? അതുപോലെ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു മരവിപ്പ് വരും. ഒരേ കാര്യങ്ങൾ, വർക്ക് പ്രഷറൊക്കെ ചീത്തൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മളൊന്ന് മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റീൽസൊക്കെ നോക്കുക. അപ്പോഴായിരിക്കും ഓരോ സെലിബ്രിറ്റികൾ അവരുടെ ജീവിതം അടിച്ച് പൊളിച്ച് ട്രിപ്പടിച്ച് ന്യൂസിലാൻഡിൽ പോകുന്നു, ലഡാക്കിൽ പോകുന്നു, കുളു മണാലിയിൽ പോകുന്നു, ഇങ്ങനെ പല രീതിക്കുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ കാണുകയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ്, ഓ ഇവരൊക്കെ ജീവിതം എന്ത് രസമാണ്, ഇവരൊക്കെ ജീവിതം എന്തൊരു അടിപൊളിയാണ്, എൻ്റെ ജീവിതത്തെ ഈ ഓഫീസിൽ തീരുന്നേ ഉള്ളൂ എന്ന് ചിന്തിക്കൂലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് നമുക്കൊരു യാത്ര പോകാമെന്ന് വിചാരിക്കും. ഓവർ ഡ്യൂട്ടി എടുക്കും, എന്നിട്ട് വേണമെങ്കിൽ ലീവ് മേടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ യാത്ര പോകാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ നമ്മളെ കയ്യിൽ വലിയ ഫിനാൻഷ്യലി സെറ്റൊന്നും ആയിട്ടായിരിക്കില്ല, പക്ഷേ നമുക്കും ഇത് ഈ ഒരു ഹാപ്പിനെസ് കിട്ടണം എന്ന് കരുതിയിട്ട് നമ്മൾ പോകും. അങ്ങനെ നമ്മൾ പോവും, നമ്മൾ പോയി എൻജോയ് ചെയ്യും, എന്നിട്ട് നമ്മൾ തിരിച്ചു വരും അല്ലേ? ഈ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ചു വന്നിട്ട് വീണ്ടും നമ്മൾ എവിടേക്കാണ് തിരിച്ചെത്തുന്നത്? ഈ സെയിം ജോലിയിലോട്ട്, സെയിം വർക്കിലോട്ട്, സെയിം കാര്യത്തിലോട്ട്. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിലായി പിന്നെയും കുറച്ച് പോകുമ്പോൾ നമുക്ക് തോന്നും വല്ലാത്തൊരു മരവിപ്പ്, എന്തെങ്കിലും ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യണം. അങ്ങനെ നമ്മളിങ്ങനെ ക്രെഡിറ്റ് കാർഡൊക്കെ ചുരണ്ടിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്രകൾ ഇങ്ങനെ പോകും. നമ്മളെ ബാധ്യതകൾ ഇപ്പുറത്ത് കൂടുന്നുണ്ട്. നമ്മളെ ആരോഗ്യത്തിന് ചിലർക്ക് യാത്രകൾ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കൂലേ? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കരുത് കേട്ടോ. ഇതിൻ്റെ ആ ഒരു സത്യാവസ്ഥയെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ദോഷം ഉണ്ടായിരിക്കും, എങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു ഡോപ്പമിൻ, ആ ഒരു സന്തോഷം കിട്ടുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് സന്തോഷം കിട്ടുന്നത്, സത്യം പറഞ്ഞാൽ ലഹരിയുടെ വേറൊരു സംഭവമായിട്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക. ലഹരിയും യാത്രയും തമ്മിൽ ഈ കമ്പയർ ചെയ്യാൻ തന്നെ പാടില്ല അല്ലേ? പക്ഷേങ്കിലും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ആനന്ദം കിട്ടുന്നു, കുറച്ച് സമയത്തേക്ക് ഒരു ഉന്മാദം കിട്ടുന്നു, പിന്നെ നമ്മൾ ബാക്ക് ടു ലൈഫ്, നമുക്ക് എന്ത് സെയിം വർക്ക് പ്രഷർ, ടെൻഷൻ, കാര്യങ്ങൾ. വീണ്ടും നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ യാത്രകളിലോട്ട് പോകുന്നു. ഈ യാത്രകൾ ലഹരികളാവുക എന്നൊക്കെ പറയില്ലേ വെച്ചാൽ, അപ്പോൾ ഒരു എന്താ പറയുക, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷം കിട്ടുന്നു. അപ്പോൾ ഒക്കെയും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഇതിനൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് അല്ലേ? ഒരു യാത്ര പോകുമ്പോൾ എന്തൊക്കെയാ ദുരന്തങ്ങളുണ്ട്, ഐ മീൻ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുമ്പോൾ അവിടുത്തെ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ, അവിടുത്തെ എക്സ്പീരിയൻസുകൾ, എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം. ഇതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയുണ്ട്? ഇപ്പോൾ ഒരു ലഡാക്കിലൊക്കെ ബൈക്ക് ട്രിപ്പൊക്കെ പോവുക, നല്ല രസമല്ലേ? കോട്ടൊക്കെ ഇട്ട് നല്ല പോകുന്ന കാണാൻ നല്ല രസമുണ്ട് സംഭവമൊക്കെ, ഫുള്ള് മഞ്ഞ്, തണുപ്പ്, കാര്യങ്ങളൊക്കെ. ഇതൊരു നോർമൽ ഒരാളുടെ കേസ് എടുത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ആ ഒരു റിയൽ വിട്ടിട്ട് റിയലിലോട്ട് വരുമ്പോൾ ബാക്ക് പെയിൻ വന്നേക്കാം അല്ലേ? ബാക്ക് പെയിൻ വന്നേക്കാം, കോൾഡ് വന്നേക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി, ഇത് നമ്മൾ എത്ര ദിവസം പണിയെടുത്തുണ്ടാക്കിയ ക്യാഷാണ്. അപ്പോൾ ഇതൊന്നും പോണ്ട എന്നൊന്നല്ല, പക്ഷേ ഇതിന് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അതിലേറെ നമുക്കൊരു പ്രഷർ വരും. പിന്നെ നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വരുമ്പോൾ നമ്മൾ ഇത് കൂടി ഉണ്ടാക്കണം അല്ലേ? ഇതിനു വേണ്ടി നമ്മൾ ചിലവാക്കി, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ ചുരണ്ടിയൊക്കെ ആണെങ്കിൽ അതിന് കൂടിയിട്ടൊന്നും വേണം നമ്മൾ പണിയെടുക്കണം.
അപ്പോൾ നമ്മളെ ജീവിതം കുറച്ചുകൂടെ ഇങ്ങനെ സ്ട്രഗിൾ ആവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വർക്ക്, ഈ ഒരു പ്രഷർ ഇങ്ങനെ നോർമൽ ലൈഫിൻ്റെ പ്രഷർ ഇങ്ങനെ കൂടി വരും. ബാധ്യതകൾ കൂടുമ്പോൾ ഇവിടെ പ്രഷർ കൂടി വരും. അപ്പോൾ നമ്മൾ യാത്രകളുടെ എണ്ണം കൂടി വരും. അപ്പോൾ നമ്മൾ പ്രഷർ വീണ്ടും കൂടി വരും. നമ്മൾ വീണ്ടും യാത്രകൾ പോകും, നമ്മൾ പ്രഷർ വീണ്ടും കൂടി വരും. അങ്ങനെ വല്ലാത്തൊരു ലൂപ്പിൻ്റെ ഉള്ളിൽ സാധാരണക്കാരനെ പെടുത്തുന്നത് ആരാ? ഒരു പരിധിവരെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ. ഇൻഫ്ലുവൻസേഴ്സിന് വരുമാനമൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ നിങ്ങൾ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ശരിക്കും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക, ഇത് നമുക്ക് വേണോ? നമ്മളിത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ഒരുപാട് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി യാത്രകളൊക്കെ പോകുമ്പോൾ അതൊരു ഭംഗിയുണ്ട്. അല്ലാതെ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് കടമൊക്കെ മേടിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ടൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പിന്നെ ബാക്ക് ടു നോർമൽ നമ്മളെ ലൈഫിലോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ പ്രഷർ കൂടുക എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ ഈ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ അവർ ചിലപ്പോൾ ചുമരിലൊക്കെ വരക്കും, അവർ ചിലപ്പം പല അൽക്കുലത്ത് പണികളും ചെയ്യും, ചില കാര്യങ്ങൾ തട്ടിപ്പൊട്ടിക്കും. നിങ്ങൾ ഈ അടിപൊളിയാക്കാൻ വേണ്ടി നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച ഭംഗി, അല്ലെങ്കിൽ വീട്ടിലോട്ട് വരുന്ന ഗസ്റ്റിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, അതിനു വേണ്ടി നിങ്ങൾ വീടിനെ ഒരു ഷോക്ക് പീസാക്കി മാറ്റുമ്പോൾ അവിടെ നശിച്ചു പോകുന്ന ഒരുപാട് ബാല്യങ്ങളുണ്ട് അല്ലേ. അവർ വളരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് അവർക്ക് കംഫർട്ടായിരിക്കാൻ പറ്റിയ ക്വാളിറ്റി നിങ്ങൾ വീട് കൊടുക്കാതെ നിങ്ങൾ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ളവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് വീടും കാര്യങ്ങളൊക്കെ നല്ല ചില്ലും മണിമാളികളൊക്കെ ആക്കുമ്പോൾ അവിടെ തല്ലിക്കെടുക്കുന്നത് നമ്മുടെ മക്കളുടെയൊക്കെ ബാല്യങ്ങൾ കൂടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ ഒരു വട്ടം തുടയ്ക്കുന്ന സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ 1-2 തവണ തുടയ്ക്കേണ്ടിയൊക്കെ വരിക. നമ്മളെ തന്നെ നമ്മൾ ഒരു വർക്ക് പ്രഷറിലോട്ട്, ഒരു വല്ലാത്തൊരു പ്രഷറിലോട്ട് പോവുകയാണ്. ചിലപ്പോൾ അത് എൻജോയ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, വെറുതെ ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.